കെഎസ്ആർടിസിയിൽ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിലായെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കൊട്ടാരക്കരയിൽ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കെഎസ്ആർടിസി ബസിൽ 13 രൂപ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കെഎസ്ആർടിസിയിൽ പുതിയ പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിലെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. കൊട്ടാരക്കര ബസ് സ്റ്റേഷനിലെ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കെഎസ്ആർടിസി ബസ്സുകളിൽ 13 രൂപ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാക്കും. ദീർഘദൂര സർവീസുകളിൽ സ്റ്റോപ്പ് ഓൺ റിക്വസ്റ്റ് സംവിധാനം ഏർപ്പെടുത്തി. 20 രൂപ അധിക നിരക്ക് നൽകിയാൽ യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഇറങ്ങാൻ സാധിക്കും. കെഎസ്ആർടിസിയുടെ ചലോ ആപ്പ് വഴിയാണ് ഈ സംവിധാനം സാധ്യമാക്കുന്നത്. ഉത്സവകാലത്ത് ദീർഘദൂര യാത്രകളുടെ ബുക്കിംഗിനനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സോഫ്റ്റ്വെയർ സംവിധാനവും ഒരുക്കി. കൂടുതൽ മിനി ബസ് സർവീസുകൾ ആരംഭിക്കും. ഏറ്റവും അധികം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കപ്പെട്ടത് കഴിഞ്ഞ 5 വർഷ കാലയളവിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മൾ ഇന്ന് കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ ഒരു നാഴികക്കല്ലായി മാറുന്ന ഒരു ദിവസമാണ്. കൊട്ടാരക്കരയുടെ ചരിത്രത്തിൽ 60കളിൽ നിർമ്മിച്ച കൊട്ടാരക്കര ബസ് സ്റ്റേഷൻ കേരളത്തിലെ തമ്പാനൂർ, കൊട്ടാരക്കര, തൃശ്ശൂർ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ ബസ്സുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയുടെ ബസ് സ്റ്റാൻഡിനെ ഇത്രയും വളർത്തിയെടുത്തത് എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണ സാറാണ്. എല്ലാവർക്കും എവിടുന്ന് വണ്ടി ഓടിച്ചാൽ കൊട്ടാരക്കരയ്ക്കാണ്. അപ്പോൾ ഒരിക്കൽ ഞാൻ ദുബായിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കും. ദുബായിലോ കുവൈറ്റിലോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഒരു വ്യവസായ പ്രമുഖൻ അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് അദ്ദേഹം തൃശ്ശൂർ ജില്ലയിൽ എവിടെയാണ്, മലപ്പുറത്തെവിടെയാണ്. അപ്പോൾ അദ്ദേഹം കുട്ടിക്കാലത്ത് അദ്ദേഹം ബസ്സിലേക്ക് നോക്കിയാൽ ഏറ്റവും കൂടുതൽ കാണുന്ന കൊട്ടാരക്കര. അപ്പോൾ ഈ കൊട്ടാരക്കര എവിടെയാണ് എന്ന് ഇദ്ദേഹം ചെറുപ്പകാലം മുതൽ അന്വേഷിക്കുകയാണ്. എല്ലാ ബസ്സുകളും കൊട്ടാരക്കരയ്ക്കാണ്. കാരണം എവിടെ നിന്ന് നോക്കിയാലും കൊട്ടാരക്കരയ്ക്ക് ബസ് പോകുന്നതാണ്. അപ്പോൾ ഈ കൊട്ടാരക്കര ഈ ബസ്സിന്റെ കാര്യത്തിൽ ഒരു സെന്ററായി, തിരുവനന്തപുരം എന്ന് പറയുന്നത് പോലെ കൊട്ടാരക്കരയും ഒരു സെന്ററായിട്ട് മാറി. ഏറ്റവും അധികം ബസ്സുകൾ ഓടുന്ന ഒരു സ്ഥലമായി കൊട്ടാരക്കര മാറി. ആ സമയത്ത് അദ്ദേഹം അതിനുശേഷം ഈ പ്രദേശങ്ങൾ മുഴുവൻ ദേശസാൽക്കരിച്ചു. കെഎസ്ആർടിസി നല്ല നിലയിൽ പോകുമെന്നും അത് എന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ദേശസാൽക്കരിച്ചത്. പക്ഷെ പിന്നീട് അത് ആപ്പായിട്ട് മാറി. പിന്നെ കെഎസ്ആർടിസി തകർച്ചയിലേക്ക് പോയി. കെഎസ്ആർടിസി ഓടാതെയായി. നമുക്കറിയാം, വെട്ടിക്കോല, മേലില, ഈ കൊട്ടാരക്കരയുടെ ഈ പ്രദേശങ്ങൾ, മൈലം, ഈ പ്രദേശത്തെല്ലാം കെഎസ്ആർടിസി ബസ്സല്ലാതെ വേറൊരു ബസ്സിന് ഓടാനൊക്കത്തില്ല. പ്രൈവറ്റ് ബസ് ഒട്ടും ഇല്ലാതാനും കെഎസ്ആർടിസി നിർത്തിയിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ ആ സാഹചര്യം നമ്മൾ മാറ്റിയെടുക്കുകയാണ്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കരയുടെ തിരക്കുറിയായി പുതിയ ബസ് ടെർമിനൽ മാറുമെന്നും ഗ്യാരേജ് നിർമ്മാണത്തിന് പണം അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ മറ്റ് പ്രധാന ബസ് സ്റ്റാൻഡുകളുടെ നവീകരണവും ഉടൻ ആരംഭിക്കും. വിഴിഞ്ഞം, എറണാകുളം എന്നിവിടങ്ങളിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കും. കൊട്ടാരക്കരയിൽ ദേവസ്വം വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. ഒരേ സമയം 1500 പേർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന 1,47,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള IT പാർക്കിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കുമെന്ന് ബാലഗോപാൽ പറഞ്ഞു. ലാൻഡ് മാർക്കുകളിലൊന്ന്, ഐഡന്റിറ്റിയിലൊന്ന് കൊട്ടാരക്കര KSRTC ബസ് സ്റ്റേഷനാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന ബസ് സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഏറ്റവും കൂടുതൽ എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ ബസ്സുകൾ കടന്നു പോകുന്ന, ഏറ്റവും അധികം ഷെഡ്യൂളുകൾ പണ്ടേ ഓപ്പറേറ്റ് ചെയ്യുന്ന ശ്രീ ബാലകൃഷ്ണൻ സാറ് എല്ലാം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒക്കെ ഇവിടെ ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത നമുക്കറിയാം. വളരെ പഴക്കമുള്ളതാണ് ഈ ബസ് സ്റ്റേഷൻ. 60കളിലാണ് ഇത് ആരംഭിച്ചത്. 60കളിൽ ആരംഭിച്ച അന്നത്തെ കാലത്ത് ഇത്രയും വലിയ സൗകര്യമുള്ള ഒരു KSRTC ബസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 60കളിൽ ഇത്രയും വർഷം മുമ്പാണ്. ആ ബസ് സ്റ്റേഷന്റെ സൗകര്യവും അതിൻ്റെ പ്രാധാന്യവും നേരിട്ടറിയുന്നവരാണ് നമ്മളൊക്കെ. എത്രയോ പ്രാവശ്യം, എത്ര ദിവസങ്ങൾ, 100 കണക്കിനല്ല ഇവിടെ ഈ ബസ് സ്റ്റേഷനിൽ കാത്തു നിന്ന് ബസ് കയറി ഓരോ സ്ഥലത്തേക്കും പോകും. അത്രയും പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ബസ്സുകൾ പോകുന്ന സൗകര്യമുള്ളൊരു ബസ് സ്റ്റേഷനാണിത്. ഈ ബസ് സ്റ്റേഷൻ കാലോചിതമായി പരിഷ്കരിക്കേണ്ടത് ആവശ്യമാണ്. അത് എങ്ങനെയായിരിക്കണം പരിഷ്കരിക്കേണ്ടത് തുടങ്ങിയ ഒത്തിരി ചർച്ചകൾ ബഹുമാനപ്പെട്ട മന്ത്രിയും ഞങ്ങളൊക്കെ ഒരുമിച്ച് നടത്തി. ഇപ്പോൾ ചീഫ് ആർക്കിടെക്റ്റ് കൂടെ ഉണ്ട്. പലതവണ പണം മാറ്റി വരച്ചു. കാരണം റോഡ് സൈഡിൽ ഒരു കെട്ടിടം നിൽപ്പുണ്ട്, ഇങ്ങേ അറ്റത്ത് സൗകര്യമുണ്ട്. ഈ ചതുരാകൃതിയിലുള്ള ബസ് സ്റ്റേഷനിൽ എങ്ങനെ ഇത് ഉപയോഗിക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ബസ്സുകൾ ധാരാളം പാർക്ക് ചെയ്യണം. അതനുസരിച്ചിട്ട് ഡിസൈൻ ഉണ്ടാക്കി. ആദ്യം MLA ആസ്തി ഫണ്ടിൽ നിന്ന് ഒരു 2.5 കോടി രൂപയും ഒരു 4-5 കോടി രൂപയും കൂടെ വെച്ചിട്ട് ഇത് പൂർത്തിയാക്കാം എന്ന കരുത്. നെല്ലിക്കുന്നം, ചെപ്ര, ഉമ്മന്നൂർ, വാളകം വഴി കൊട്ടാരക്കരയ്ക്ക് പോകുന്ന പുതിയ ബസിന്റെ ഫ്ളാഗ് ഓഫും മന്ത്രി നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.50 കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന് 15.60 കോടി രൂപയും ഉൾപ്പെടെ 18.10 കോടി രൂപ വിനിയോഗിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നിർമ്മിക്കുന്നത്. KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ PS പ്രമോദ് ശങ്കർ
കൊട്ടാരക്കര നഗരസഭാ ചെയർപേഴ്സൺ അനിത ഗോപകുമാർ, വൈസ് ചെയർപേഴ്സൺ എ ഷാജു, കുളക്കട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രിയ, മൈലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ചന്ദ്രശേഖർ, KSRTC എക്സിക്യൂട്ടീവ് വിജിലൻസ് ഡയറക്ടർ ഷാജി, ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ GP പ്രദീപ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ PM ഷറഫ് മുഹമ്മദ്, KSRTC കൊട്ടാരക്കര ATO A അബ്ദുൽ നിഷാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.